ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു മുതൽ മുടക്കിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്ലാന്റോ ഓഫീസോ അല്ലെങ്കിൽ ഷോപ്പ് റൂമോ അങ്ങനെ ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന നമ്മുടേതായിട്ടുള്ള സ്വന്തം ബ്രാൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് രീതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ഒരു ബഡ്ജറ്റിലൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ മുഴുവനായിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പം എന്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ബിസിനസ് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് മേക്കിനെ കുറിച്ചിട്ടാണ്, സോഫ്റ്റ് ഡ്രിങ്ക്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ സോഡ കമ്പനി അല്ലെങ്കിൽ മറ്റ് മിനറൽ വാട്ടറിൻ്റെ പ്ലാന്റ് അതുപോലത്തെ ഒക്കെ പ്ലാന്റുകൾ അല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ മേക്ക് ചെയ്യുന്ന പ്ലാന്റുകളൊക്കെ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് സെറ്റപ്പ് വേണം. വലിയൊരു സെറ്റപ്പ് രീതിയും ഇൻവെസ്റ്റ്മെൻ്റൊക്കെ അതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ മുന്നേ ഒരു മിനറൽ വാട്ടർ മാനുഫാക്ചറിങ് കമ്പനിയിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ്. ജോലി മീൻസ് ഞാൻ അവിടെ അത് നടത്തിക്കൊണ്ട് നടന്ന ഒരാളാണ്, കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ. അപ്പോൾ മിനറൽ വാട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സിസ്റ്റം രീതി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സെറ്റപ്പാണ് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെഷീനറി സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക്കലാണെങ്കിൽ പോലും അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആണെങ്കിൽ പോലും നല്ലൊരു പ്ലാന്റ് സെറ്റപ്പൊക്കെ അതിന് വേണ്ടി തയ്യാറാക്കേണ്ടി വരും. അതേപോലെ തന്നെ അതേ പ്ലാന്റിൽ നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തു. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് 7up, മെരിൻഡ, പെപ്സി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതേപോലത്തെ കളർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ മേക്ക് ചെയ്തു, ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പ്ലാന്റ് സെറ്റപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടിൽ വാഷ് ചെയ്യൽ, ഫില്ല് ചെയ്യൽ, ക്യാപ്പ് സെറ്റ് ചെയ്യൽ, സ്റ്റിക്കർ, അതുപോലെ അതിൻ്റെ എക്സ്പയർ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുക, അങ്ങനെ പല രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം, നല്ലൊരു വലിയ സിസ്റ്റം പ്ലാന്റിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയ രീതിയിൽ നമുക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അതും നമ്മുടെ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു ബ്രാൻഡൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടേതായിട്ടൊരു പേരിൽ നമ്മുടെ ബ്രാൻഡിൽ നമുക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഇറക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണെങ്കിൽ അങ്ങനെ, അല്ലാതെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിൽ എങ്ങനെ പല രീതിയിലായിട്ടുള്ള ഡ്രിങ്ക്സ് നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഈ പറയുന്ന മെഷീൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇവരെ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ നമ്പർ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് മതി. അപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഈ മെഷീനിൽ അത് വീഡിയോസ് കണ്ടറിയാം, പല രീതിയിലുള്ള ഒരു 3-4 ടൈപ്പ് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്ക് അതിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതിലിപ്പോൾ നോർമലി ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആദ്യം ബോട്ടിൽ വാഷ് ചെയ്യണം. ഈ ബോട്ടിൽ വാഷ് ചെയ്യാൻ ഒരു മെഷീൻ വേണം. അതേപോലെ തന്നെ ആ ബോട്ടിൽ വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ജ്യൂസ് ഫില്ല് ചെയ്യണം. ആ ജ്യൂസ് ഫില്ല് ചെയ്യാൻ വേറൊരു മെഷീൻ വേണം. അതേപോലെ തന്നെയാണ് അതിൻ്റെ സ്റ്റിക്കർ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ക്യാപ്പ് ഫില്ല് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പയർ ഡേറ്റ് ഒക്കെ ഫില്ല് ചെയ്യുന്നത്. ഇതൊക്കെ വേറെ മെഷീൻസിൽ കൂടെ അല്ലെങ്കിൽ ഒരൊറ്റ ബെൽറ്റിൽ കൂടെ പോയിട്ട് പല മെഷീൻസിൽ ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ വലിയൊരു മെഷീൻസിലാണ് ഇതൊക്കെ ഇങ്ങനത്തെ പ്രൊജക്റ്റ് നടക്കാറ്. പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ ഒരൊറ്റ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ വാഷ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ജ്യൂസ് ഫില്ല് ചെയ്യാൻ കഴിയും. അതേ മെഷീനിൽ നിന്ന് തന്നെ നമുക്ക് ക്യാപ്പ് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാതും കൂടിയിട്ട് ഒരു 3-4 സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ചെറിയ ഒരു മെഷീനാണിത്. പക്ഷെ
നമ്മൾക്കൊരു സ്വന്തമായിട്ട് നമ്മുടേതായിട്ടുള്ള ബ്രാൻഡ് നമ്മുടെ പേരിൽ നമുക്കൊരു മെഷീൻ, ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഒരൊറ്റ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ജ്യൂസ് മേക്ക് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ കഴിയും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റൂം എടുത്ത് റൂം സെറ്റപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്കിതിനെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇപ്പം നമ്മൾ ആ കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 25,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ നമുക്ക് ബൈ ചെയ്യാൻ കഴിയും. വളരെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഒരു റൂം എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാം. സ്ത്രീകൾക്ക് ചെയ്യാം, മുതിർന്നവർക്കും പുരുഷന്മാർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ വർക്കൗട്ട് ചെയ്തിട്ട് നല്ല ബോക്സ് ഒക്കെ ചെയ്ത് നല്ല പാക്കൊക്കെ ചെയ്ത് അതേപോലെ പൗച്ച് രൂപത്തിലുള്ള ജ്യൂസസ് നമുക്കിതിൽ മേക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ ടൗണിലായാലും നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ കണ്ടറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള പല കടകളിലും, ബേക്കറി കടകളിലും, ജ്യൂസ് കടയിലും, പലചരക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ 10 രൂപയുടെ ഒക്കെ 20 രൂപയുടെ 10 രൂപയുടെ ഒക്കെ ജ്യൂസ് ബോട്ടിൽസ് നമുക്ക് കാണാൻ കഴിയും. ലിച്ച് പോലത്തെ, അല്ലെങ്കിൽ മാംഗോ ലിച്ച്, ഗ്രേപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ലെമൺ ഒക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള നമുക്ക് ജ്യൂസ് ബോട്ടിൽസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലത്തെ ജ്യൂസസ് നമുക്ക് ഈ ഒരൊറ്റ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്ക് ചെയ്തിട്ട് നമ്മളെ വളരെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു ഏണിങ്സ്, നമുക്ക് ഒരു മാസം 1,00,000 രൂപ മുതൽ നമുക്കതിന് മുകളിലോട്ടൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ കിടിലനായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ മെഷീനാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. ഒരൊറ്റ മെഷീൻ മതി നമുക്ക് കുറേ സാധനങ്ങളും കുറേ വലിയ പ്ലാന്റോ വലിയ സെറ്റപ്പോ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം വേണം, വലിയ പ്ലാന്റ് ഷെഡ് വർക്കൗട്ട് ചെയ്യണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ മെഷീൻ വെക്കാനുള്ള സ്പേസ് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളെ ഓഫീസിലോ നിങ്ങൾക്ക് അതിന് റൂം സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒറ്റ മെഷീൻ വെക്കാനുള്ള സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബോട്ടിൽസ് ഒക്കെ വിൽക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളെടുത്ത് പോയിട്ട് നമുക്ക് ബോട്ടിൽസ് എടുത്തുകൊണ്ട് നമുക്ക് വേണ്ട ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ബോട്ടിൽസ് പർച്ചേസ് ചെയ്യാം. അവിടെ നിന്ന് തന്നെ ക്യാപ്പ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ കുറച്ച് അതിൻ്റെ സ്റ്റിക്കറുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് സ്റ്റിക്കറുകളൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള ജ്യൂസ് കമ്പനി അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ സ്വന്തം ബ്രാൻഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിനെ വർക്കൗട്ട് ചെയ്യാനും നല്ല ബ്രാൻഡ് സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നമുക്ക് കഴിയും. ഇനി പിന്നെ നമുക്ക് വേണ്ടത് ഈ സ്റ്റിക്കറിൽ നമ്മളെ പേരും നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം അങ്ങനത്തെ സ്റ്റിക്കർ ഡിസൈൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പം നിങ്ങളുടെ ആ ബോട്ടിൽ ഇപ്പം ഇതുപോലെ തുടങ്ങുന്ന ബോട്ടിൽ നമുക്ക് സ്റ്റിക്കറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ബിസിനസ് രീതിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.